SSLC ബാച്ചിലുള്ള 2025-26 ഏപ്രിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനുള്ള ഓൺലൈൻ ക്ലാസ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലുള്ളത് നിങ്ങൾ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്കുള്ള വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ SSLC ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. തൊട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടൈം ഷെഡ്യൂൾ കാണാം. 2026 ഏപ്രിലാണ്. അപ്പോൾ ഇതിൽ ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടു കംപ്ലീറ്റ് എന്ന് കാണാം. താഴെ ഒക്ടോബർ ബാച്ചും. നമ്മൾ ഏപ്രിൽ ബാച്ച് ആയതുകൊണ്ട് ഇതെടുക്കുന്നു. ഇവിടെ ഓഗസ്റ്റിൽ ഇംഗ്ലീഷിൽ 3 മാസം, സെപ്റ്റംബറിൽ 3 മാസം, ഒക്ടോബറിൽ 3 മാസം, നവംബർ, ഡിസംബർ, ജാനുവരി ഈ മാസങ്ങളിലൊക്കെ ഇംഗ്ലീഷിൻ്റെ 3 ചാപ്റ്ററുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മലയാളം 3 ചാപ്റ്റർ, അറബി 4 ചാപ്റ്റർ, സയൻസ് 4, സയൻസ് ആൻഡ് ടെക്നോളജി 3, മാത്സ് 3. ഓരോ മാസവും ഇത്ര ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ 6 മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 7ാമത്തെ ഫെബ്രുവരി മാസത്തിൽ റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മാസമായിട്ടും 9ാമത്തെ മാസത്തിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ മാസവുമായിട്ടാണ് നാം കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്. അതിൽ ക്ലാസ് 1 അവിടെ അതിൻ്റെ MP3 ഇവിടെ മുകളിൽ കാണാൻ പറ്റും. ക്ലാസ് 2, ക്ലാസ് 3 അതൊക്കെ MP3 ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MP3 പ്ലേ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ മതി. ക്ലാസ് 4 അവിടെ MP3 ഉണ്ട്. ക്ലാസ് 4ൻ്റെ തൊട്ട് താഴെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ ചാപ്റ്ററിൻ്റെ പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ വരും എക്സാമിന്. ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇത് 3 കൃത്യമായിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് ഓരോന്നും നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കണം. എന്നാലേ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് എക്സാമിന് വരും. ഈ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒരു 50% ഏകദേശം നിങ്ങൾക്ക് മാർക്കുകൾ വാങ്ങി ഇംഗ്ലീഷിൽ പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ചാപ്റ്റേഴ്സുകളാണ് ബേസിക് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് ചാപ്റ്റർ തുറക്കേണ്ടത്. അതിൽ ക്ലാസ് 1 MP3, ക്ലാസ് 2 MP3 രണ്ടും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ 1, 2 അതുപോലെ ഇവിടെ മുകളിൽ നമ്പർ ഓഫ് ലെസൺസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചാപ്റ്റർ 1, 3, 5, 8 ഇങ്ങനെ ചാപ്റ്റർ 26, 27 ഇതിൽ കാണുന്ന 1, 3, 5, 8, 6, 9, 12, 13, 14, 16, 19, 22, 23, 24, 26, 27 ഇത് കാണുന്ന നമ്പറും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ 2 ഇല്ല, അതുപോലെ 4 ഇല്ല, 6 ഇല്ല, 7 ഇല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഇല്ലാത്ത ചാപ്റ്ററുകൾ ഇതിലുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഡെക്സിലുള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം അത് അസൈൻമെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ എഴുതണം. നമ്മൾ ആ ഒരു ടൈമിലോട്ട് അതിലോട്ട് മാറ്റി വെച്ചേക്കാണ് NIOS. നമ്മളത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറയപ്പെട്ട മുകളിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ സൂം ചെയ്ത് ഇത് തന്നെയാണ് നമ്മൾ ഗൈഡ് ബുക്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള. സൂം ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഓക്കെ. അതിൻ്റെ ശേഷം സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ കാണാൻ പറ്റും. അവിടെ വീഡിയോ ക്ലാസ്സുകൾ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ചാപ്റ്ററിന് എത്ര മാർക്കാണ് വരിക എന്നുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓരോ മാസവും നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാം. മലയാളവും ഇതുപോലെ തന്നെ, സോഷ്യൽ സയൻസും അറബിയും ഒക്കെ ഇതുപോലെ തന്നെയാണ്. മാത്സും അതിൽ വീഡിയോസുകൾ ഇഷ്ടംപോലെ വീഡിയോസുകളുണ്ട്. 16 ചാപ്റ്ററാണ് മാത്സിൽ പഠിക്കേണ്ടത്. 4, 5, 6, 7, 8, 9, 16, 17 ഇങ്ങനെ ഇതിൽ കാണുന്ന ചാപ്റ്റേഴ്സുകൾ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററിന് എത്ര മാർക്കാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മെയിൻ എക്സാം പാസ്സാകാൻ വേണ്ട ഒരു 100 മാർക്ക്, അതിലൊരു 30 മാർക്കാണ് പാസ്സാകാൻ വേണ്ടത്. 33 ഉള്ളത് ഒരു 50 മാർക്കുള്ളത് മിനിമം നമ്മൾ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലീനിയറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പല ആളുകളും നേരത്തെ നമ്മൾ വീഡിയോ അയച്ചപ്പോൾ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ടീച്ചേഴ്സ് 1 മുതൽ 9 വരെ തുടർച്ചയായി ക്ലാസ്സിൽ പോയ സ്റ്റുഡൻസിനാണ് 10ാം ക്ലാസ്സിൽ ആ ഒരു രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഏത്
ക്ലാസ്സാണോ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, ഒരു ബേസും ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുന്ന രീതി ഏത് ചാനലിൽ എവിടെയാണോ വന്നിട്ടുള്ളത് അതൊക്കെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് കയറ്റിയിട്ടുള്ളത് ആപ്പിലോട്ട്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് പല വീഡിയോസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഓരോന്ന് പ്ലേ ചെയ്ത് നിങ്ങൾ പഠിക്കുക. നമ്മൾ ഡയറക്റ്റ് ചെയ്ത വിന്നേഴ്സ് അക്കാഡമിയുടെ ചാനലിലുള്ള വീഡിയോസുകളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ഇതൊക്കെ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിലും ഒരു 50-60 മാർക്കിനുള്ള ചാപ്റ്ററുകൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ വീഡിയോസുകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഓൺലൈനായിട്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതാണ്. ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് എനി ടൈം ആക്സസ് കിട്ടുന്ന രീതിയിലാണ്. ഗൈഡ് ബുക്സ് വാങ്ങാത്തവരുണ്ട്, ഗൈഡ് ബുക്സ് വാങ്ങണം, എന്നാലേ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ റെക്കോർഡ് സെക്ഷനിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്കുള്ള ടൈം ഷെഡ്യൂളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ. ഓക്കെ,